നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മറോട് ചെയ്തത് ആവർത്തിച്ചിരിക്കുന്നു. റനൻ ലോധി അൽ ഹിലാൽ വിട്ടു, കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റനൻ ലോധി സൗദി വിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് അൽ ഹിലാലിനോട് പറഞ്ഞിരിക്കുന്നു കോൺട്രാക്ട് ടെർമിനേഷൻ, വാലിഡായിട്ട് കോൺട്രാക്ട് ടെർമിനേഷൻ ഇതാ ചെയ്തിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു ഫ്രണ്ട്ലി സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി അൽ ഹിലാലുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഒരു റെസ്പോൺസും അവിടെ നിന്ന് ലഭിച്ചില്ല. എൻ്റെ ലോയർ എന്നോട് പറഞ്ഞു എൻ്റെ ജോലിയിൽ നിന്ന് എന്നെ അകറ്റി നിർത്താൻ ആർക്കും പറ്റില്ല എന്ന്. ഇതാ ഞാൻ ക്ലബ്ബ് വിടുന്നു എന്ന് ഇപ്പോൾ റനൻ ലോധിയും പറയുന്നു. ലോധി നമുക്കറിയാം അൽ ഹിലാലിലേക്ക് എത്തിയിട്ട് അവരുടെ ടീമിൽ ഓർഗെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നയാളാണ്. ഓർഗീസ് അവിടെ വിട്ടുപോയി. ഇപ്പോൾ സിമോൺ ഇൻസാഗിയാണ് കോച്ച്. പ്രീ സീസണിന് ശേഷം അദ്ദേഹത്തിന് അങ്ങനെ അവസരം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. ഇനി ആകെ AFC ചാമ്പ്യൻസ് ലീഗ് മാത്രമേ കളിക്കാൻ പറ്റൂ. ഇപ്പോൾ വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രം കളിച്ചുകൊണ്ട് അവിടെ നിൽക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു റനൻ ലോധി. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: 2024 ഞാൻ ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ക്ലബിലേക്ക് 3.5 വർഷത്തെ കോൺട്രാക്റ്റിലാണ് വന്നത്. ഞാൻ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് അൽ ഹിലാലിന് വേണ്ടി കളിച്ചത്. ക്ലബിന് വേണ്ടി, ക്ലബിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് 4 കിരീടങ്ങളും എനിക്ക് നേടാൻ പറ്റി. പക്ഷേ എല്ലായ്പ്പോഴും കൂടുതൽ വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു ഞാനുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. 2025-26 സീസൺ കൂടുതൽ മോട്ടിവേഷനോട് കൂടിയാണ് ഞാൻ എത്തിയത്, കൂടുതൽ കിരീടങ്ങൾ ചൂടണമെന്നുള്ള മോട്ടിവേഷൻ. പക്ഷേ ജർമ്മനിയിൽ നടന്ന പ്രീ സീസൺ ക്യാമ്പിന് ശേഷം ഞാൻ ശരിക്കും ഷോക്ക്ഡായി പോയി. എന്നെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല, എനിക്ക് കളിക്കാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ ശരിക്കും ഷോക്ക്ഡായി പോയി. എനിക്ക് AFC ചാമ്പ്യൻസ് ലീഗിൽ വളരെ കുറഞ്ഞ മത്സരങ്ങളിൽ മാത്രമേ അവസരം ലഭിക്കൂ എന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ഈ സിറ്റുവേഷൻ തീർച്ചയായിട്ടും എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ എന്നെ നിർബന്ധിതനാക്കി. എനിക്കിനിയും ഫുട്ബോളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സോ എനിക്ക് ഈ സീസണിൽ കൂടുതൽ മിനിറ്റുകൾ കളിക്കേണ്ടതുമുണ്ട്. സോ കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ഞാൻ നല്ല രൂപത്തിൽ ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്പോൺസും എനിക്ക് ലഭിച്ചില്ല. സോ ഞാൻ ലീഗൽ അഡ്വൈസ് എടുത്തു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ജോലി ചെയ്യുന്നത് തടയാൻ ആർക്കും പറ്റില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ റൈറ്റ്സിന് വേണ്ടി ഞാൻ തീരുമാനമെടുത്തു. എന്തായാലും കളിക്കളത്തിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി ഇപ്പോൾ റനൻ ലോധി പറഞ്ഞിട്ടുണ്ട്. നെയ്മറോടും ഇത് തന്നെയല്ലേ ചെയ്തത്. നെയ്മർ പരിക്കിൽ നിന്ന് മുക്തനായി വന്നപ്പോൾ അന്ന് ഓർഗൈസസ് ആണ് കോച്ച്. നെയ്മറെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ AFC ചാമ്പ്യൻസ് ലീഗിലെ കുറച്ച് കളികൾ കളിച്ചോട്ടെ എന്ന തീരുമാനമായിരുന്നു. നെയ്മർ അപ്പോൾ അവിടെ വിട്ട് സാന്റോസിലേക്ക് പോയി. ലോധി അവിടെ വിടാൻ ശ്രമങ്ങൾ നടത്തി, പക്ഷേ നല്ല രൂപത്തിലൊരു സൊല്യൂഷൻ കിട്ടിയില്ല. ഒടുവിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് പോയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.